നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ടൈം മാനേജ്മെൻറ്റ്, സമയത്തെ ക്രമീകരിക്കേണ്ടത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ, ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇന്ന് ഒരുപാട് പേരുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരുപാട് സമയം മനുഷ്യർക്ക് നഷ്ടപ്പെടുത്തുന്ന സമയം കൊല്ലികളായിട്ട് സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല, അത് സാധ്യവുമല്ല. അതുകൊണ്ട് ഒന്നാമത്തെ ടൈം മാനേജ്മെൻറ്റിൻ്റെ ശീലം, തത്വം എന്ന് ഇന്നത്തെ കാലത്ത് പറയുന്ന കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട സമയം എത്രയാണ് എന്ന് തീരുമാനിക്കുക. ഞാൻ എക്സ്, ഇപ്പോൾ ട്വിറ്റർ പേര് മാറ്റി എക്സ് എന്നാക്കിയല്ലോ, അതുപോലെ തന്നെ ഇൻസ്റ്റ, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയകൾ, അതുപോലെ തന്നെ യൂട്യൂബ്, ഒരുപാട് സോഷ്യൽ മീഡിയകൾ നമ്മുടെ ചുറ്റുമുണ്ട്. വാട്സാപ്പ് തുടങ്ങി ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട്. അതിന് മൊത്തത്തിൽ, ഓരോന്നിനുമല്ല, മൊത്തത്തിൽ സമയം നമ്മൾ തീരുമാനിക്കും. സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര സമയം എന്ന് കൃത്യമായ സമയം, പഠനത്തിന് കൃത്യമായ സമയം സൂക്ഷിക്കണമെന്ന് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു പരിധിയൊന്നും വെച്ചിട്ടില്ല. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ സോഷ്യൽ മീഡിയ, ഉറക്കാൻ പോകുമ്പോൾ സോഷ്യൽ മീഡിയ, ബാത്റൂമിൽ പോയാലും സോഷ്യൽ മീഡിയ, പുറത്ത് വരുമ്പോൾ സോഷ്യൽ മീഡിയ, നമ്മൾ യാത്ര തുടങ്ങിയാൽ സോഷ്യൽ മീഡിയ, യാത്രയ്ക്ക് സോഷ്യൽ മീഡിയ, തിരിച്ച് എത്തുമ്പോൾ സോഷ്യൽ മീഡിയ, ജോലി സമയത്ത് സോഷ്യൽ മീഡിയ. അങ്ങനെ സോഷ്യൽ മീഡിയ ജീവിതത്തിൻ്റെ സെക്കൻഡ് സ്കിന്നായിട്ട്, ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കണമെന്ന് പറയാൻ സാധ്യമല്ല. ചെയ്യേണ്ട കാര്യം ഇതാണ്: എത്ര സമയം മുതൽ എത്ര സമയം വരെ ഒരു ദിവസം ഞാൻ ഉപയോഗിക്കും എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ടൈം മാനേജ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്യുക. സാധാരണയായിട്ട് മനുഷ്യർ ഒരു വർഷത്തെ പ്ലാൻ ചെയ്യും, ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, 5 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, 10 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. തീർച്ചയായും ആവശ്യമാണ്. എന്നാൽ ദിവസവുമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ടൈം മാനേജ്മെൻറ്റിന് ആവശ്യമാണ്. ഒരു ഡയറി എടുത്തിട്ട് നാളെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത്, നാലാമത്, അഞ്ചാമത് എന്ന് നാളെ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതാദ്യം ചെയ്തു തീർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മിച്ച സമയം കിട്ടും. അപ്രധാനമായ കാര്യങ്ങളിൽ ഉടക്കിക്കിടക്കാതെ, അല്ലെങ്കിൽ അപ്രധാനമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്ത് സമയം പാഴാക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ കുറേ കൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട്, ടൈം കുറേ കൂടെ നന്നായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് അതുവഴി സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ ഡ്രെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മഥിച്ചു കൊണ്ടിരിക്കും. വീണ്ടും അത് കയറി വന്ന് അയ്യോ കഷ്ടമായി പോയി, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വ്യാകുലപ്പെടാറുണ്ട്, അല്ലെങ്കിൽ സന്തോഷിക്കാറുണ്ട്. എന്തായിരുന്നാലും ശരി, ഇമോഷണലായിട്ട് നമ്മൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യാറുണ്ട്, നമ്മുടെ ശക്തിയെ ഇമോഷണലായിട്ട് ചോർത്തിക്കളയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്ന് അകന്ന് നിൽക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ടൈം മാനേജ്മെൻറ്റിന് ഒരുപാട് സഹായിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടരുത്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് മനുഷ്യർ കൂടുതൽ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് അന്തം വിട്ടുകൊണ്ട് നടക്കും, വേവലാതിപ്പെട്ടുകൊണ്ട് നടക്കും, വ്യാകുലപ്പെട്ടുകൊണ്ട് നടക്കും, സങ്കടപ്പെട്ടുകൊണ്ട് നടക്കും, കരഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. ദൈവം തീരുമാനിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ. നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട്, നമ്മൾ സാധാരണ ഈ തമാശയ്ക്ക് പറയല്ലോ, ഓർത്താൽ ഒരു അന്തവുമില്ല, ഓർത്തില്ലൊരു കുന്തവുമില്ല എന്ന്. അങ്ങനെ പലപ്പോഴും ഓർത്തില്ലെങ്കിൽ ഒരു കുന്തവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അന്തമില്ലാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ടൈം മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, നെഗറ്റീവ് പീപ്പിളിനെ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ചിലപ്പോൾ നമ്മൾ പറയും, അങ്ങനെയുള്ള ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇടങ്ങളിലാണ് ഇരിക്കുക, അങ്ങനെയുള്ളവരെ എനിക്ക് ഒഴിവാക്കാൻ സാധിക്കും. ശരി, അങ്ങനെയാണ് എങ്കിൽ അവരുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന അവസരങ്ങൾ, അവരുമായിട്ട് ഇടപെടുന്ന അവസരങ്ങൾ പരമാവധി കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ സമയത്തെ ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ അവരുകൊണ്ട് യുദ്ധം ചെയ്ത് അതിൻ്റെ വേദനയും സങ്കടത്തിലുമായിരിക്കും നിങ്ങളുടെ ജീവിതം മുഴുവനും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം പാഴാകും, വെറുതെ പാഴാകും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിലയ്ക്ക് നിർത്താനോ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അടുത്ത കാര്യമെന്ന് പറയുന്നത്, പഴയ തെറ്റുകളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന, ഗിൽറ്റി കോൺഷ്യസ് എന്ന് പറയും അല്ലേ, നമ്മുടെ തെറ്റുകളെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും വ്യാകുലപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വീണ്ടും പേർത്ത് ഉള്ളിലേക്ക് തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. അതിൽ തന്നെ ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഗിൽറ്റി കോൺഷ്യസ്, അല്ലെങ്കിൽ പഴയ തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകളെ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറാൻ സാധിച്ചെങ്കിൽ കഴിവതും അതിനുവേണ്ടി പരിശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സമയത്തെ
മെച്ചപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റിനെ മെച്ചപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ നോക്കാതെ സ്വന്തം കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ അടുത്തവൻ എന്ത് ചെയ്യുന്നു, അടുത്തവൾ എന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതം അങ്ങനെയായിരിക്കും, അവർക്ക് നല്ല നന്മയുണ്ട്, അവർക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഇന്നത് കിട്ടി, അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ തലയിട്ടുകൊണ്ട് അല്ലെങ്കിൽ പോക്കിംഗ് ദ നോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്ക് അതിനകത്ത് ഇട്ടുകൊണ്ടെന്ന് പറയാറുണ്ട്, ഇംഗ്ലീഷ് അങ്ങനെ ചൊല്ല് തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്ത് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താതിരിക്കുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ടൈം മാനേജ്മെൻറ്റ് ശരിക്കും ചെയ്യണമെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മളെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് പഠിക്കുക. അതിനോടൊപ്പം ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് നമ്മൾ തന്നെ ആയിരിക്കും. ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഫോക്കസ് നമ്മൾ തന്നെ ആയിരിക്കണം. എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. നമ്മുടെ വിദ്യാഭ്യാസം അതായിരിക്കണം ഫോക്കസ്. അതിലോട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ മറ്റതല്ല, നമ്മുടെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ചിതറിച്ച് കളയുന്ന കാര്യങ്ങളാണ്. ചിതറിച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരുമുഖപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം മാനേജ് ചെയ്യാനായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട് നമ്മുടെ സമയത്തെ നല്ല ക്രിയാത്മകമായി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.